ശമ്പളം ലഭിച്ചില്ലെന്ന് മന്ത്രിയോട് പരാതിപ്പെട്ടതിന് മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തതായ ആരോപണം. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി എത്തിയ മന്ത്രി വീണ ജോർജിനോട് 2 മാസമായി ശമ്പളം ലഭിച്ചില്ലെന്ന് സർക്കാർ ജീവനക്കാർ പറഞ്ഞിരുന്നു. ഇത് സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്ന് കാണിച്ചാണ് കേസെടുത്തത്. ജീവനക്കാർ മന്ത്രിയെ കാണാൻ ശ്രമിച്ചത് CPM നേതാക്കൾ തടയുകയും ചെയ്തിരുന്നു. അങ്ങനെ പറയാൻ വേണ്ടി ഇത്രയും നേരം മാഡത്തിനെ വെയിറ്റ് ചെയ്ത് മാഡം ചോദിക്കണമെങ്കിൽ സമ്മതിക്കണ്ടേ, മറ്റാൾക്കാർ സമ്മതിക്കണ്ടേ? സമ്മതി ഞാനൊക്കെ ആ പാർട്ടിയോട് കൂലിപ്പെടുത്തുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഒന്നും സമ്മതിക്കാൻ എന്താ കാട്ടുക? മന്ത്രിയോട് അതിനപ്പം മന്ത്രിന്റെ ആൾക്കാർ ഞങ്ങൾ തട്ടുന്നു വീഴും. ഇതൊക്കെയാണ് വർത്താനം. വീട്ടിലെ സംഭവം ആ പാർട്ടിയോട് കൂടുതലുള്ള ആൾക്കാർ ഞങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന വർത്താനം ഇങ്ങനെയാണ്. ജംഷീർ കൊടിഞ്ഞു ചേരുന്നു. ജംഷീർ, എന്തടിസ്ഥാനത്തിലാണ് കേസെടുത്തത്? തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച 12-ാം തീയതിയാണ് മന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി എത്തുന്നത്. ഈ സമയത്തായിരുന്നു ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാർ തങ്ങൾക്ക് വേതനം ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന പരാതി മന്ത്രിയോട് ഉന്നയിക്കുന്നത്. മന്ത്രി ഈ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു നിപ്പ അതിജീവിതയുണ്ടായിരുന്നു. അവരെ കാണാനായി പോയപ്പോഴായിരുന്നു ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാർ മന്ത്രിക്ക് മുന്നിൽ തങ്ങളുടെ സങ്കടം അവർ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സമയത്ത് മുഴുവൻ കരാർ ജീവനക്കാർ, അതായത് താൽക്കാലിക ജീവനക്കാരും മന്ത്രിയുടെ അടുത്തേക്ക് വരികയും അവർ കരഞ്ഞുകൊണ്ട് തങ്ങളുടെ ദയനീയമായ അവസ്ഥ കരഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ടെല്ലാം തന്നെ തങ്ങൾക്ക് ശമ്പളം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു. ഈ സമയത്ത് അവിടെ CPM-ന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. മന്ത്രി വേഗത്തിൽ പോകാൻ തുനിഞ്ഞപ്പോൾ തങ്ങൾ പറയുന്നത് കേൾക്കണം, തങ്ങൾക്ക് പറയാനുള്ളത് മന്ത്രി കേൾക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ മുന്നിലേക്ക് വന്നതോടെ CPM പ്രവർത്തകർ ഇവരെ തടയാൻ ശ്രമിച്ചു. ഇത് ചെറിയ തോതിലുള്ള സംഘർഷത്തിനും ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് പ്രിൻസിപ്പൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ K. അനിൽ രാജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് സംഘർഷ സാധ്യത ഉണ്ടാക്കി തടയുകയും പ്രദേശത്ത് സംഘർഷ സാധ്യത ഉണ്ടാക്കുകയും ചെയ്തു കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഇവർക്ക് പല സമയങ്ങളിലായി ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടെന്നാണ് താൽക്കാലിക ജീവനക്കാർ പറയുന്നത്. ഇപ്പോൾ തന്നെ 2 മാസത്തെ ശമ്പളം ലഭിക്കാനുണ്ട്. മാത്രമല്ല, ശമ്പളം നൽകുകയാണെങ്കിൽ പോലും ശമ്പളത്തിന്റെ 1/3 ഭാഗമോ അല്ലെങ്കിൽ അത്തരത്തിൽ ചെറിയ ഒരു തുക മാത്രമാണ് ഇവർക്ക് ഇത്തരത്തിൽ ശമ്പളം നൽകുന്നത് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി മന്ത്രി ആശുപത്രിയിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് അവിടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി വരുമ്പോൾ അവർ കണ്ടു പറയുക, അതായത് വളരെ പ്രതീക്ഷയോടെ ആണ് ഈ ജീവനക്കാർ മന്ത്രിയെ കാണാൻ നേരിട്ട് തന്നെ കണ്ട് തങ്ങളുടെ വേവലാതി, തങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത്. എന്നാൽ അത് ഇപ്പോൾ അവർക്കെതിരെയുള്ള ഒരു കേസായി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജീവനക്കാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. സംഘർഷ സാധ്യത കാണിച്ചാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജീവനക്കാർ കൂട്ടമായി എത്തി ബഹളക്കുകയും സുരക്ഷാ ജീവനക്കാരുടെ അനുസരിക്കാതെ സംഘർഷ സാധ്യത ഉണ്ടാക്കി എന്നാണ്. ശരി ജംഷീർ, ഒന്ന് തുടരാമോ?